ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ആരെയാണ്? ഒരാളെ ഭയപ്പെടുത്തണ്ട. എല്ലപ്പാ ഈ സതീശേട്ടൻ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വേവലാതിപ്പെടാനും മാത്രം? ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. അങ്ങനെ ഉറച്ചു പറ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വീണ്ടും അതന്നെ പറയുന്നത്. ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. നമസ്കാരം. വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര അങ്ങനെ കാസർഗോഡ് നിന്ന് ഒന്ന് കോട്ടയം കഴിഞ്ഞ് ഒന്ന് ആലപ്പുഴ എത്തിയപ്പോഴാണ് വൻ വിജയമായത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ തെറിവിളികളുമായി പോരാട്ടത്തിനിറങ്ങിയത് അന്ന് KPCC പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. കോവിഡ് റാണി തുടങ്ങി വായിലുറയ്ക്കാത്ത തെറികൾ അടക്കം പ്രസിഡന്റും അണികളും ഘോരഘോരം മുഴക്കി. ഒടുക്കം രണ്ടാം പിണറായി വന്നു. രണ്ടാം പിണറായിൻ്റെ അവസാനം ആരെയാണ് നേരിടുക എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ആചാരം തെറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പുതിയുഗ യാത്ര നടക്കുമ്പോൾ തന്നെ സംഗതി എടുത്ത് ചാമ്പ്യത് വി.ഡി. സതീശൻ്റെ ശിഷ്യർകൾ പോയി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കൈക്കരുത്തുകൊണ്ട് തന്നെ പോരാട്ടത്തിനിറങ്ങി. KSU കുഞ്ഞുങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വി.ഡി. സതീശൻ കുഴപ്പത്തിലായത്. സർക്കാരിനെ ആക്രമിക്കാൻ ആരംഭിച്ച യാത്ര വന്ന് ഒടുക്കം KSU അതിക്രമം ന്യായീകരിക്കാനുള്ള ന്യായീകരണ യാത്രയായി മാറിയെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞു. മൂപ്പർക്ക് ഇപ്പോൾ എല്ലായിടത്തും പോയി ഇത് തന്നെ പറയാനുള്ളൂ. എന്താ? ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും, ജനകീയമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. അത് നന്നായി. രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നടത്തേണ്ടത്, അല്ലാണ്ട് കയ്യേറ്റ പ്രവർത്തനമല്ല. സതീശേട്ടനെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അല്ല സതീശേട്ടാ, ഇപ്പോഴത്തെ പ്രധാന പ്രവർത്തനം എന്തൊക്കെയാണ്? പുതിയുഗ യാത്ര. പുതിയുഗ യാത്ര. അല്ലപ്പാ, എന്താ പുതിയുഗ യാത്രയ്ക്ക് ഇപ്പൊ ഒരു പ്രശ്നം? ഞങ്ങൾ പോലീസ് ഇല്ലാതെയും പോകും ജാഥ. ഞങ്ങളൊന്നും പേടിച്ചിട്ട് ജാഥ നിർത്താൻ പോവാ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? എങ്ങനെ നിർത്താൻ പോകുവാന്ന്? ഇവര് പേടിച്ചിട്ടാ? സതീശേട്ടനാ അവരെന്താ തെറ്റിദ്ധരിച്ചത്? ഈ യാത്ര നിർത്തി വെക്കാന്ന് വെച്ചാൽ ഭയപ്പെടുത്തിയിട്ട്. അല്ലപ്പാ, ഇതിപ്പോ ആലപ്പുഴയിൽ എത്തിയല്ലേ ഉള്ളൂ. യാത്ര നിർത്തി വെക്കേണ്ട കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? ആരാണ് ഭയപ്പെടുത്തുന്നത്? ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ആരെയാണ് അവര് ഭയപ്പെടുത്തുന്നത്? ആരെയാണ്? ഒരാളെ ഭയപ്പെടുത്തണ്ട. എല്ലപ്പാ ഈ സതീശേട്ടൻ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ വേവലാതിപ്പെടാനും മാത്രം എന്താ ഉണ്ടായേ? അപ്പൊ പുതിയുഗ യാത്ര നന്നായി പോകുമ്പോ അതിന്റെ പ്രചരണം, അതിന്റെ ആ ക്യാമ്പയിൻ വഴിതിരിച്ചു വിടാൻ വേണ്ടി ചെയ്യുന്ന ശ്രമമാണ്. അതെന്താ ആ ശ്രമം? എന്താ സതീശേട്ടൻ ശരിക്കും പ്രശ്നം? ഇന്നലെ അവിടെ ഒന്നും നടന്നില്ല എന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് അറിയാലോ. അവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രിക്കെതിരെ നടന്ന പരിപാടി. അതിപ്പോ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? ഇത്ര വേവലാതിപ്പെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് അറിയാലോ ഒന്നും നടന്നില്ല. അതന്നെ, ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതെ, ജനങ്ങൾക്കറിയുക പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നേരം കഴിക്കണ. പുതിയുഗ യാത്രയുടെ രാഷ്ട്രീയം പറ സതീശേട്ടാ. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. അങ്ങനെ ഉറച്ചു പറ. പുതിയുഗ യാത്രയുടെ രാഷ്ട്രീയം ഉറപ്പിച്ചു പറ. എന്താ ഉറപ്പിച്ചു പറയാൻ പോകുന്നത്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വീണ്ടും അതന്നെ പറയുന്നത്. ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കും. ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ തെളിവ് വേണ്ടത്. ഇല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ തെളിവിനെ പറ്റി പറയുന്നത്, തെളിവ് ചോദിക്കുന്നത്? വിഷ്വൽ മീഡിയയുടെ മുമ്പിലാണ്, ക്യാമറകളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. കള്ളത്തരം പ്രചരിപ്പിക്കുന്നതാണ് പുതിയുഗ യാത്രയുടെ യഥാർത്ഥ പ്രശ്നമല്ലേ? അത് മോശമായി പോയിട്ടാ. ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ട. അങ്ങനെയൊന്നും ശ്രമിച്ചാൽ വിജയിക്കൂല സതീശേട്ടാ. അത് പോട്ടെ, ശരിക്കും പുതിയുഗ യാത്രയെ കുറിച്ച് പറയൂ. പുതിയുഗ യാത്രയ്ക്ക് എന്താ പറയാനുള്ളത്? ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആടിനെ പേപ്പട്ടിയാക്കുന്ന പ്രചരണങ്ങൾ നടത്തി മനഃപൂർവ്വം അക്രമം നടത്തിയാണ്. അതിപ്പോ അവരും അങ്ങനെ തന്നെയാ പറയുന്നത്. സതീശേട്ടന്റെ കുഞ്ഞുങ്ങൾ നടത്തിയ ആക്രമണത്തെ സതീശേട്ടൻ ന്യായീകരിക്കുന്നു. അവരുടേതാണ് എന്ന് സതീശേട്ടൻ പറയുന്ന ആക്രമണത്തെ അവരും ന്യായീകരിക്കുന്നു. ശരിക്കും കണ്ണൂരിലെ പരിപാടി ലേശം പാളിപ്പോയില്ലേ സതീശേട്ടാ? ആകപ്പാടെ പുതിയുഗ യാത്ര തന്നെ പ്രതിക്കൂട്ടിലായില്ലേ? പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. അപ്പൊ പിന്നെ പേടിക്കണ്ട, പുതിയ യാത്രയുടെ ശോഭയ്ക്ക് ഒരു കേടും വരില്ല. ഇനി യാത്രയുടെ മുദ്രാവാക്യം അത് പറഞ്ഞോ? അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാണ്. അതെങ്ങനെ? കാരണം അവരഭിനയിക്കുകയായിരുന്നു. എങ്ങനെ? അവരഭിനയിക്കുകയായിരുന്നു. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് മുല്ലപ്പള്ളി പറഞ്ഞത് ശൈലജ ടീച്ചർ പരിഹാസപാത്രമാണ്, കോവിഡ് റാണിയാണ്, എന്തോ ഡാൻസർ ആണെന്നൊക്കെ മുല്ലപ്പള്ളി ആ സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് 5-6 കൊല്ലായില്ലേ. വേറെ ആരെങ്കിലും ഒക്കെ കുറിച്ച് പറയണ്ടേ? ആചാരം തെറ്റിക്കണ്ട. പറഞ്ഞോ സതീശേട്ടാ. ഇനിയിപ്പോ ആചാരം പാലിക്കണം എന്നാണെങ്കിൽ വീണ ജോർജിനെ കുറിച്ച് എന്നെ പറഞ്ഞോ. ജനങ്ങളുടെ മുന്നിൽ അവർ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇല്ല, ഒരു സംശയമില്ല. ഇപ്പൊ എന്താ സ്ഥിതി? ആ KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയവർക്കെതിരായിട്ട് വധശ്രമത്തിന് കേസ് കൊടുത്തു. എന്ത് കേസ്? വധശ്രമത്തിന് കേസ് എടുത്ത് അവരെ റിമാൻഡ് ചെയ്ത്. എന്റെ അമ്മേ, അവരതിനും മാത്രം എന്താ ചെയ്തേ? ആകെ അവര് കരിങ്കൊടി പിടിച്ചത് മാത്രമാണ്. പാവങ്ങൾ എന്നേട്ടാ. ഒരു വനിതാ മന്ത്രി ആശുപത്രിയിലാക്കുന്ന KSUവിന്റെ പ്രത്യേകതരം കരിങ്കൊടി പിടുത്തം, അതിനെ കുറിച്ചാണല്ലോ സതീശേട്ടൻ പറയുന്നത്. അതിനെതിരെ എന്തോ കേസെടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ആ കരിങ്കൊടി പിടുത്തം? എങ്ങനെയാണ് ആ കരിങ്കൊടി പിടുത്തം? ഇതാ കണ്ടൂക്ക്.
കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? വിഷ്വല് കണ്ടില്ലേ? ഈ വിഷ്വലാണോ ഇനി സതീഷ് ചേട്ടൻ പറഞ്ഞത്? അല്ലല്ലല്ല, പിന്നെ അവരെ വട്ടം പിടിക്കുന്നുണ്ടല്ലോ പോലീസ്. അത് അവിടെ ഉണ്ടായി എന്ന് പറയുന്ന ആക്രമണത്തിന് ശേഷമല്ലേ? മന്ത്രിന്റെ അടുത്ത് നിന്ന് ആക്രമണ ശേഷം അയാളെ പിടിച്ചു മാറ്റിയതിന് ശേഷം മന്ത്രിക്ക് പോലീസ് സുരക്ഷയൊരുക്കുന്നതിനെ കുറിച്ചാണ്, ആ വിഷ്വലിനെ കുറിച്ചാണ്. അവരെ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ നോക്കുമ്പോ പോലീസ് അവരെ വട്ടം പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാ, എന്റെ അടുത്ത് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ക്യാമറയിലുണ്ട്. അതെ, അത് പോലീസ് സുരക്ഷ ഒരുക്കുന്നതല്ലേ? അല്ല, നിങ്ങൾ നോക്ക്, ഞാൻ കാണിച്ചു തരാം. എന്റെ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. സതീഷ് ചേട്ടൻ കാണിച്ചു തന്നതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുണ്ട്. ഓരോ ദിവസം കാണിച്ചതും പിന്നീട് കാണിച്ചതും മറിച്ച് കാണിച്ചതും ഒക്കെ ഉണ്ട്. സതീഷ് ചേട്ടന്റെ നുണകൾ എന്ന പേരിൽ ലക്ഷങ്ങൾ പിന്തുടർന്ന ഒരു ഫേസ്ബുക്ക് പേജ് തന്നെയുണ്ട്. കാണിച്ചതെല്ലാം അതിലുണ്ട്. ശരിക്കും എന്ത് കാണിച്ചു തരാമെന്നാണ് സതീഷ് ചേട്ടൻ പറയുന്നത്? പോലീസ്, ആ വനിതാ പോലീസ് ഓഫീസറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഇവര് ചൂടായി, ഇവര് ഭയങ്കര കയർത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പോകുമ്പോ പോവല്ലേ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തടുത്തു നിർത്തുന്നത് പോലീസാണ്. അതെല്ലാവരും കണ്ടാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സതീഷ് ചേട്ടൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ ആ സംഭവം നമുക്ക് നോക്കാം. അതിൽ മന്ത്രിയുടെ അടുത്ത് നിന്ന് ആ മുദ്രാവാക്യം വിളിച്ച് അടുത്തെത്തി ഇടിച്ചു, ആക്രമിച്ചു എന്ന് പറയുന്നയാളെ പോലീസ് പിടിച്ചു മാറ്റിയതിനു ശേഷം മന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നത് കാണാം. അയാളെ പിടിച്ചു മാറ്റുന്നത് മന്ത്രിന്റെ അടുത്ത് നിന്നാണ്. അത് മുതൽ കാണും. ശരിക്കും ഇതിൽ ഏതാണ് നുണ? KSUവിന്റെ ധീരമായ പോരാട്ടം കഴിഞ്ഞതിന് ശേഷം അയാളെ പിടിച്ചു മാറ്റിയതിന് ശേഷം മന്ത്രിയുടെ ചുറ്റും പോലീസ് വലയം തീർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ സതീഷ് ചേട്ടൻ പറയുന്നത് KSUക്കാർ വരും മുമ്പ് മന്ത്രിയെ പിടിച്ചുവെച്ചു പോലീസ് എന്നാണ്. നുണ ദൃശ്യങ്ങളിലുള്ളതാണോ പറഞ്ഞു കേൾക്കുന്നതാണോ? ഇന്നലെ നുണ പറഞ്ഞത് ആരാ? MV ഗോവിന്ദനാ പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ പെഡലി തിരിച്ചു KSUക്കാര്, പിന്നെ കൈ പിടിച്ച് തിരിച്ചു വന്നു. ഇയാളെ പോലെ പച്ചക്കള്ളം പറയുന്ന ഒരാള് അതല്ല ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ പെഡലിയും കൈയും KSUക്കാര് തിരിച്ചുവെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞത് ആരാ? സ്പീക്കറെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കാണാത്ത ഒരു കേസ് അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നു. സ്പീക്കർ എന്താ ചെയ്തത്? സ്പീക്കർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഈ കഴുത്ത് വേദന വന്നപ്പോൾ ആശുപത്രിയിലാക്കാൻ ശ്രമിച്ചു. അതിന് സ്പീക്കർ പഴയ SFIക്കാരനായതാണ്. ഇപ്പോ സ്പീക്കർ ആ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയി. എന്നിട്ട് പണ്ട് ഈ കോളേജിലൊക്കെ ഇതുപോലത്തെ നാടകം ഉണ്ടാക്കുമല്ലോ, തല്ലിയെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കെട്ടൊക്കെ കെട്ടി വരുമല്ലോ ചിലര്. അതുപോലത്തെ ഒരു നാടകം അദ്ദേഹമാണ് ഉപദേശിച്ചെങ്കിൽ ഞാൻ ഒരു സലാം പറഞ്ഞിരിക്കുന്നു സ്പീക്കറോട്. സ്പീക്കർ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയിട്ട് പഴയ SFIക്കാരനായി അദ്ദേഹം മാറി. ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ ഈ പുതിയ യാത്രയിൽ നിറയെ സതീഷ് ചേട്ടൻ എന്താണ് പറഞ്ഞു വരുന്നത്? സ്പീക്കറായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് മൊത്തം തിരിയുന്നത്. അപ്പൊ ആയിക്കോട്ടെ, അതും ആയിക്കോട്ടെ. ഇനിയിപ്പോ അവസാനമായിട്ട് ചോദിക്കുകയാണ്, പുതുയുഗ യാത്രയുടെ സംശയലേശം എന്നേയുള്ള പ്രഖ്യാപനം എന്താണ് സതീഷ് ചേട്ടാ? അതിന് സ്പീക്കർ ഉണ്ടാകൂടാ? സ്പീക്കർ ഉണ്ട്, സംശയം എന്താ? എന്താല്ലേ, സർക്കാരിനെ താഴെ ഇറക്കാൻ കാസർഗോട്ട് നിന്ന് തുടങ്ങിയ യാത്രയാണ് പുതുയുഗ യാത്ര. ഇപ്പോൾ ആരോഗ്യമന്ത്രിനെ ആക്രമിച്ച KSUക്കാരെ ന്യായീകരിച്ച് ജാഥ ഘോരം മുന്നേറുകയാണ്. അവസാനമാകുമ്പോഴേക്കും തലസ്ഥാനത്ത് എത്തുമ്പോഴേക്കും വേറെ വല്ല മുദ്രാവാക്യം കിട്ടുമോ എന്തോ. പുതുയുഗ യാത്ര പ്രതിരോധ പുതുയുഗ യാത്രയായി മാറിയോ? സതീഷ് ചേട്ടന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കനകോലു രക്ഷിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.